പേരിൽ 3 കാര്യങ്ങളാണ്. 1 പേരിൻ്റെ അർത്ഥം, 2 പേരിൻ്റെ ചരിത്രം, 3 പേരിൻ്റെ ഉദ്ദേശം. 3 കാര്യങ്ങളാണ്. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ ചോദിച്ചു, അബ്ദുൽ മുത്തലിബേ, ഇങ്ങനെ ഒരു പേര് മുൻഗാമികളൊന്നും ഇട്ടിട്ടില്ലല്ലോ, ഇതെന്താ ഒരു പുതിയ പേര്? അബ്ദുൽ മുത്തലിബിന് ആ പേര് സ്വപ്നം വഴിയായി ലഭിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആ പേരിടാണ്ടായ കാരണം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അറത്തു അയ്യഹ്മദഹു മനാലൽ ഖബ്റാ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സല്ല അലൈഹില്ലാഹു മാ അശ്റഖത് സംസുൽ ദുഹാ ഫീ ദാലിക സഅദി. ബക്കറ്റ് ഒരു സ്പീഡാക്കി ആൾക്കാരൊക്കെ അയിമക്ക നോക്കണേ, ഇങ്ങോട്ട് ഞാൻ ആരും നോക്കണില്ല. നല്ലൊരു നാട്ടില് മക്കത്തെ നല്ലൊരു വീട്ടില് മന്നാൻ്റെ ദൂതർ മുഹമ്മദ് മാണിക്ക കല്ലായി പിറന്നത്. പാട്ടിന് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ വയതിന് എന്ത് വേണം? നോക്കണം. അപ്പം ഇങ്ങോട്ട് നോക്കി എന്നാലാണ് പറയാം. മുഅ്മിനീങ്ങളെ പേരിടുമ്പോൾ 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇത് പറഞ്ഞാൽ വേറൊരു കുഴപ്പമുണ്ട്. നാളെ നേരം വെക്കുമ്പോൾ വാട്സപ്പ് നമ്പർ എടുത്തുകൊണ്ട് വരും, ഉസ്താദേ എൻ്റെ കുട്ടിക്കൊരു പേര് പറഞ്ഞു തരുമോ? ആ പണി ഇല്ല കേട്ടോ. എങ്ങനെ പേരിടണ്ടെന്ന് പറഞ്ഞു തരാൻ മാത്രമേ ചെയ്യുള്ളൂ, പേര് പറഞ്ഞു തരൂല. എന്നാൽ പിന്നെ അതന്നെ ഒരു പണിയാവൂല മനുഷ്യന്. ലോകത്തുള്ള മനുഷ്യന്മാർക്കൊക്കെ പേരിടേണ്ടത് 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. 1 പേരിൻ്റെ അർത്ഥം, അത് പ്രധാനമാണ്. അർത്ഥത്തേക്കാൾ പ്രധാനമാണ് പേരിൻ്റെ ഉദ്ദേശം. എന്തിനു വേണ്ടിയാണ് ആ പേരിട്ടത്? സിറാത്ത് പാലം കടക്കാനാണെങ്കിൽ അതിനനുസരിച്ച പേര്, ഹാഫിളാക്കാനാണെങ്കിൽ അതിനനുസരിച്ച പേര്, ആലിമാക്കാനാണെങ്കിൽ അതിനനുസരിച്ച പേര്, ഡോക്ടറാക്കാനാണെങ്കിൽ അതിനനുസരിച്ച പേരിടണം, എഞ്ചിനീയർ ആക്കാനാണെങ്കിൽ അതിനനുസരിച്ച പേരിടണം. പേര് വളരെ പ്രധാനമാണ്, അതിൻ്റെ സംഗതി. അപ്പം അതുകൊണ്ട് 2ാമത്തേത് ഉദ്ദേശം, അബ്ദുൽ മുത്തലിബാണ് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത്. കഅബയിൽ കൊണ്ടുപോയി മുടി കളഞ്ഞു, അഖീഖത്തറുത്തു, മുഹമ്മദ് എന്ന് പേരിട്ടു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ അബ്ദുൽ മുത്തലിബേ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തൊരു പേരിട്ടത്? അതിൽ പറഞ്ഞു, അറത്തു അയ്യഹ്മദഹു മൻ അലൽ ഖബ്റാ, ഭൂമി ലോകത്തുള്ള എല്ലാവരും ഈ കുട്ടിയെ പ്രശംസിക്കണം എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഏത് മനുഷ്യൻ പറയുകയാണെങ്കിലും, നബി തങ്ങളെ കുറ്റം പറയുകയാണെങ്കിലും 2 നല്ല വർത്താനം പറയാതിരിക്കാൻ കഴിയൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ, അത് ചീത്തറിയാൻ പറ്റാത്ത പേരാണ്. ആ വാക്ക് മുഹമ്മദ് എന്നുള്ളതിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണല്ലോ. എടാ സ്തുതിക്കപ്പെട്ടവനെ അനക്കം കാണിച്ചു തരാമെന്ന് പറയാൻ കഴിയൂലല്ലോ, ചീത്തറിയാൻ പറ്റാത്ത പേരാണ് അത്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ. എന്താ വിഷയം? അബ്ദുൽ മുത്തലിബിൻ്റെ ഉദ്ദേശമാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇനി 3ാമത്തെ ഒരു കാര്യമുണ്ട്, പേരിന് ചരിത്രവുമായി ബന്ധമുണ്ടായിരിക്കണം. എന്ത് പേരാന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേരാണ് എന്നതിന്. ടിപ്പു സുൽത്താന് ഹൈദർ അലി ഖാൻ ടിപ്പു എന്ന് പേരിട്ടു. എന്താ കാരണം? ടിപ്പു സുൽത്താൻ്റെ അമ്മക്ക് ഗർഭമുണ്ടാവുമായിരുന്നില്ല. അങ്ങനെ ഹൈദർ അലി ഖാൻ എന്ന ടിപ്പുവിൻ്റെ പിതാവ് ടിപ്പു മസ്താൻ ഔലിയ എന്നു പേരായ ഒരാളുടെ ഖബറിങ്ങൽ പോയി ദ്വാരുന്നു. അങ്ങനെ ഭാര്യ ഗർഭിണിയായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരനായിക്കോട്ടെ എന്ന ഉദ്ദേശത്തിൽ ടിപ്പു എന്ന് പേരിട്ടു. പേരിൻ്റെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പേരിടുമ്പോൾ 3 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഇനി ഇത് കുട്ടികൾക്ക് പേരിടുമ്പോൾ മാത്രമല്ല, ഇതിഞ്ഞ് പീടികക്ക്, കണ്ണട പീടികക്ക് പേരിടുകയാണെങ്കിലും നോക്കണത്. എന്തിന് പേരിടുകയാണെങ്കിലും, വണ്ടിക്ക് പേരിടുകയാണെങ്കിലും, പെരയിലെ വളർത്തുമൃഗങ്ങൾക്ക് പേരിടുകയാണെങ്കിലും, പൂച്ചക്ക് പേരിടുകയാണെങ്കിലും ഒക്കെ നോക്കണം. 3 കാര്യങ്ങൾ. 1 അർത്ഥം, 2 ഉദ്ദേശം, 3 ചരിത്രവുമായി ആ പേരിനുള്ള ബന്ധം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതാണ് പറഞ്ഞ സംഗതി. 2ാമത്തത് ബറക്കത്തുള്ള പേര്. 3ാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ഇൽമിനാണ്
ദീനിയും ദുന്യവിയുമായ ഇൽമ് എന്ന് പറയുന്നത്. മുസ്ലിമായാൽ മാത്രം പോരാ, ജീവിച്ചാൽ മാത്രം പോരല്ലോ. മുസ്ലിമാവുകയും വേണം, ജീവിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാനും മുസ്ലിമായിരിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഇൽമ്. അതുകൊണ്ട് ആത്മീയവും വേണം, ഭൗതികവും വേണം. എന്നാലേ മുസ്ലിമാവുള്ളൂ. ഭൗതികമായ ഇൽമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതിനൊരു അനുബന്ധമുണ്ട്. മൂല്യന്മാരായാലും സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യട്ടോ. ഞാൻ ഇപ്പോൾ വന്നത് ഇന്നോവയിലാണ്, അടവ് പോലും ഇല്ല. അതിന് സ്വന്തം വണ്ടി തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ഈ ഇരിക്കണ എല്ലാവർക്കും കഴിഞ്ഞ് ചെറിയനാൾക്ക് ഒരു കൂട്ട് പുതിയ തുണിങ്കുപ്പായ ഉണ്ടായിട്ടുണ്ടാകുക, എനിക്ക് 2 ഉണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷെ വേറൊരു വിഷയമുണ്ട്. വഖഫുമ്മ എത്തിയില്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ കുഴപ്പമുണ്ടാവും. അതിന് ഇതിനെന്ന് മാത്രമല്ല, ഒരാൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി, വഖഫുമ്മ എത്തിയില്ല, അതേമാതിരി തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ അതിലേറൊന്നും ഉണ്ടാവില്ല. ഒരാൾ ഡോക്ടറാവാൻ വേണ്ടി പോയി, മുഴുവനാക്കിയില്ല. ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, ഗിയർ മാറ്റാൻ പഠിഞ്ഞില്ല, അവിടെയൊക്കെ തന്നെ പ്രശ്നം. മുഴുവനാക്കിയില്ലെങ്കിൽ എല്ലാത്തിനും പ്രശ്നമുണ്ട്, അത് ദിനുണ്ട് എന്ന് മാത്രം. ഒരു സംഗതി തുടങ്ങിയാൽ അതിൻ്റെ വഖഫുമ്മ എത്തിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് 1 മുസ്ലിമായിരിക്കാനും 2 ജീവിക്കാനും ആവശ്യമായ വിവരം പഠിപ്പിക്കണം. അതിനാണ് ആത്മീയ തലം ഭൗതിക തലത്തിൻ്റെ കൂടെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഭൗതിക വിദ്യാഭ്യാസം നല്ലോണം വേണം, അതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം വേണം. ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് സംശയങ്ങൾ കൂടും. അപ്പോൾ അതിന് കൃത്യമായ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കണം. ഒരു 4-5 സംശയത്തിൻ്റെ മറുപടി കിട്ടിയാൽ എല്ലാറ്റിനും മറുപടി ഉണ്ടാവും, എനിക്കറിയായിട്ട് ഇക്കാരം എന്നോ എൻ്റെ മനസ്സ് പറയും. ആദ്യത്തെ 1-2 തന്നെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഒന്നിനും മറുപടി ഒന്നും ഉണ്ടാവില്ല, ഇതൊക്കെ ആരോ വെറുതെ ഇതുണ്ടാക്കിയത് ഇക്കാരം എന്നവൻ്റെ മനസ്സ് പറയും. അതുകൊണ്ട് സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്ന തരത്തിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തണം. അതിനാണ് മതവും ഭൗതികവും പഠിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. സംവിധാനം ഇല്ല എന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല. മൊബൈലുണ്ടെങ്കിൽ സംവിധാനമുണ്ട്, ഇതിലപ്പുറം ഒന്നും ഇൽമു പഠിക്കാൻ വേണ്ട. ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ, പഠിക്കാനുള്ള സംവിധാനമുണ്ട്. വേണ്ടാന്ന് വെച്ചതാണ്, അല്ലാതെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ല. അതാണ് സംഗതി. 3ാമത്തെ കാര്യം, അപ്പോൾ 1 ആഗ്രഹിച്ച് കിട്ടണം, 2 ബറക്കത്തുള്ള പേരിടണം, 3 ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. 4ാമത്തെ കാര്യം ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ടു വരുന്നത്. ഭക്ഷണം ഒരിക്കലും ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. ഹലാൽ അനുവദിക്കപ്പെട്ടത്, തൊയ്യിബ് നല്ലത്. എല്ലാ അനുവദിക്കപ്പെട്ടതും നല്ലതാവില്ല. അനുവദിക്കപ്പെട്ടത് അവകാശങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അനുവദിക്കപ്പെടും. പക്ഷെ നല്ലതാവണമെങ്കിൽ സംതൃപ്തിയോടുകൂടെ കിട്ടിയതായിരിക്കണം. പറയാത്ത കല്യാണത്തിന് പോയി ചോറ് കഴിച്ചാൽ ഇഷ്ടമൊക്കെ ഉണ്ടാവും, ഹലാലാവും. ഇങ്ങനെ പോയപ്പോൾ ഏതോ ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഇപ്പോൾ കൈ എടുത്താണ് നിന്നാനാവില്ല, ഇച്ചിരി വണ്ടി സൈഡാക്കിയാണ് ചിക്കൻ ബിരിയാണി തിന്നു. അതിപ്പോൾ ഒരു കല്യാണം നടക്കുമ്പോൾ ഒരാൾ ബിരിയാണി കഴിച്ച് പോയിച്ചിട്ട് അങ്ങനെ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എല്ലാവരും ഏതെങ്കിലും ബംഗാളികളൊക്കെ കല്യാണത്തിന് ചോറ് കഴിക്കുമെന്ന് കരുതിയിട്ട് കുറച്ച് കൂടുതൽ വക്കലുണ്ട്, പ്രത്യേകിച്ച് ഓഡിറ്റോറിയത്തിലാണെങ്കിൽ. ഹലാലാവും. തൊയ്യിബാവണമെങ്കിൽ സംഗതി കുറച്ച് പ്രശ്നമാണ്. ലോറൻസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കന്ന് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ അബ്ദുറഹ്മാന്റെ തൊടുവന്ന് മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്ക് ചാഞ്ഞിക്കണുണ്ട്. അപ്പം അയിമന്ന് നല്ലൊരു മൂവാണ്ടം മാങ്ങ ചാടിക്കിടക്കണുണ്ട്. അതെടുത്തുങ്ങാണ്ട് പെരേക്ക് പോയിട്ട് ചെമ്മീൻ പൊടി ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിങ്ങാണ്ട് തിന്ന്. അതിപ്പോൾ റോട്ടമ്മക്ക് ഒരു മാങ്ങ ചാടിയത് എടുക്കൽ സ്വാഭാവികമല്ലേ. അതിനിപ്പോൾ അബ്ദുറഹ്മാനാജി ഒന്നും പറയൊന്നുമില്ല, സംഗതി ഹലാലാവും. തൊയ്യിബാവണമെങ്കിൽ അസർ നിസ്കാരത്തിന് അബ്ദുറഹ്മാനാജിനെ കണ്ടപ്പോൾ പറഞ്ഞു, അബ്ദുറഹ്മാനെ എൻ്റെ തൊടുവന്ന് റോട്ടിക്ക് വീണീന്ന് മൂവാണ്ടം മൂച്ചിമന്ത മാങ്ങ ഞാൻ കൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു, മുഹമ്മദേ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, ഇനി കൊണ്ടുപോകാനുള്ളതും പൊരുത്തപ്പെട്ടു, അനക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് മാങ്ങ കൊടുത്താൽ കൂടിയും ചെയ്യാമെന്ന് പറഞ്ഞാൽ തൊയ്യിബായി. അങ്ങനെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണത് ഹലാൽ. അറബിനെ എത്തീങ്കാനെ ചേർത്തതായാൽ പറ്റൂല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്.
വേഗം മനസ്സിലാകുന്ന സംഗതി ഇപ്പം അതാണ്. ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. നമ്മളത് കഴിക്കും വേണം. കൊടുക്കൽ മാത്രമല്ല, നമ്മളത് കഴിക്കും കൂടി വേണം. അപ്പോഴാണ് സംഗതി ക്ലിയർ ആകുക. അഞ്ചാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും അത്രേ, മാതാപിതാക്കളുടെ ദുആൻ്റെ അത്രേ മക്കൾക്ക് ഗുണം ചെയ്യുന്ന മറ്റൊരു കാര്യവും അള്ളാൻ്റെ ദുനിയാവിലില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ദ്വാരക്കണം. ലോക ചരിത്രത്തിൽ വിപ്ലവം തീർത്തിച്ച ഒരുപാട് ആളുകളുടെ പിന്നിലെ രഹസ്യം മാതാപിതാക്കളുടെ ദുആയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ രഹസ്യം ഉമ്മയുടെ ദുആയാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ രഹസ്യം ഉമ്മയുടെ ദുആയാണ്. മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ വിജയത്തിന്റെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയുടെ ദുആയാണ്. അതുകൊണ്ട് മക്കളിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ 4 കാര്യം ചെയ്യണം. ഷാബാനും റജബും ബറക്കത്തിന്റെ മാസമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ 4 കാര്യങ്ങൾ. 1, ഗുരുവിനെ ആദരിക്കണം, അല്ലെങ്കിൽ ഇൽമിൽ ബറക്കത്തുണ്ടാവില്ല. ഗുരുനാഥന്മാരെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇൽമിൽ ബറക്കത്ത് നഷ്ടപ്പെടും. 2ാമത്തെ കാര്യം, ഇൽമിൻ്റെ ആസാറുകൾ, അടയാളങ്ങളെ ബഹുമാനിക്കണം. തൊപ്പിയെ ബഹുമാനിക്കണം, തലപ്പാവിനെ ബഹുമാനിക്കണം, ദീനീ സ്ഥാപനങ്ങളെ ബഹുമാനിക്കണം, മദ്രസയെ ബഹുമാനിക്കണം, സ്കൂളിനെ ബഹുമാനിക്കണം, മാഷയെ ബഹുമാനിക്കണം, ടീച്ചറെ ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ ആഖിബത്ത് ചീത്തയാകാനും വജീനം തടയപ്പെടാനും കാരണമാകും. ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ 1, ആഖിബത്ത് ചീത്തയാവാൻ കാരണമാകും, ഭക്ഷണം തടയപ്പെടാൻ കാരണമാകും. എന്താ വജീനം തടയപ്പെടാന്ന് പറഞ്ഞാൽ, എന്തു തുടങ്ങിയിട്ടും നേരാകണില്ല. പലതും ചെയ്തു നോക്കി, കമ്പ്യൂട്ടർ കടട്ട് നോക്കി, നേരായില്ല. ട്രാവൽസ് തുടങ്ങി നോക്കി, നേരായില്ല. കുവൈത്തേക്ക് പോയി നോക്കി, പോയ കായും പോയി കിട്ടി. സ്ഥലക്കച്ചവടം തുടങ്ങി, അതും നേരായില്ല. പെരക്കച്ചവടം തുടങ്ങി, വണ്ടി കച്ചവടം തുടങ്ങി, അതും നേരായില്ല. അവസാനം നാട്ടിൽ തന്നെ അവർ കച്ചവടം തുടങ്ങാന്ന് കരുതി, അതും നേരായില്ല. തേങ്ങ കച്ചവടം തുടങ്ങി, അതും നേരായില്ല. ഒന്നും നേരായില്ല. കുട്ടികൾക്ക് മരുന്ന് വാങ്ങിയ പൈസയും ഭക്ഷണം കഴിച്ച പൈസയും കടമായി വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഉടനെ ആലോചിക്കേണ്ടത് ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നാണ്. ഗുരുവിനെ അനാദരിക്കുന്നവർക്കാണ് വജീനം തടയപ്പെടുന്നതും ആഖിബത്ത് ചീത്തയാകുന്നതും. അതുകൊണ്ട് ഇൽമിൻ്റെ ആസാറുകളെ ബഹുമാനിക്കണം. ഇൽമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് പേന. പേന ഇൽമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന മഷിയിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഷിയിൽ ബറക്കത്തുണ്ട് എന്നാണ്. എഴുതാല്ലെങ്കിലും കീശയിലൊരു പേന വെക്കണത് നല്ലതാണ്. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും എഴുതാനില്ല, എന്നാലും ഒരു പേനാടി ഇരുന്നോട്ടെ. മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്തിൻ്റെ എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പം ഇൽമിൻ്റെ ആസാറുകൾ ബഹുമാനിക്കണം. എഴുതിക്കഴിഞ്ഞ നോട്ട് പുസ്തകമാണെങ്കിലും നല്ല നിലയിൽ സംസ്കരിക്കണം. കത്തിച്ചു കളഞ്ഞാൽ മതി. പഠിച്ചു കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കാണെങ്കിലും നല്ല നിലയിൽ ബഹുമാനിക്കണം, നല്ല നിലയിൽ സംസ്കരിക്കണം. ഡിക്ഷണറി ആണെങ്കിലും തലക്ക് വെച്ച് കടന്നുറങ്ങരുത്. ഇൽമിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം. ഇൽമനുസരിച്ച് അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. 1, സ്ഥിരമായി അമൽ ചെയ്യുക. ഉദാഹരണം നിസ്കാരം. എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴും നിസ്കരിക്കണം. 2ാമത് ഇൽമ കൊണ്ടുള്ള ഒരു അമൽ ചെയ്യലുണ്ട്. ഇടക്കിടക്ക് അമൽ ചെയ്യുക. ഇടക്കൊക്കെ ഒരു തിങ്കളാഴ്ച നോയമ്പ് വെൽക്കുക, ഇടക്കൊക്കെ ഒരു വ്യാഴാഴ്ച നോയമ്പ് വെൽക്കുക, അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു 6 നോയമ്പ് വെൽക്കുക, അങ്ങനെ ഇടക്കിടക്കൊക്കെ അമൽ ചെയ്യുക. 3ാമത്തെ ഒരു അമൽ ചെയ്യലുണ്ട്. ആയുസ്സിൽ ഒരിക്കലെങ്കിലും അമൽ ചെയ്യുക.
അവനാൻ്റെ ഒരു 70,000 ദിക്റ് മരിക്കണേലടക്കം അവനാൻ തന്നെ ചെല്ലുക. പള്ളിക്കന്ന് ചിലപ്പം കിട്ടും, കിട്ടിയാൽ വരവൊക്കെ ലാഭമായിട്ട് കൂട്ടാം. അതിപ്പോൾ എല്ലാ കാലത്തും കിട്ടിക്കോണമെന്നില്ല. ഇന്നിപ്പോൾ നമ്മളൊക്കെ കമ്മിറ്റിക്കാരായതുകൊണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. നാളെ ഉണ്ടാവുമോന്നൊന്നും അറിയില്ല. മരിച്ചാൽ പള്ളിക്കുന്നൊരു 70,000 ദിക്റ് കിട്ടിയാൽ ലാഭം. പക്ഷെ അതിന് കാത്തിക്കരുത്. അവനാൻ്റെ ഒരു 70,000 അവനാൻ തന്നെ ചെല്ലണം. മരിക്കണതിൻ്റെ മുമ്പ് ഒരു 6 നോൽമെങ്കിലും നോൽക്കണം. മരിക്കണതിൻ്റെ മുന്നേ ഒരു ഹത്തെങ്കിലും തീർക്കണം. ഒരു ഹത്തം തുടങ്ങണം എന്നല്ല കേട്ടോ, അത് നമ്മളെല്ലാ റമദാനിക്കും തുടങ്ങലുണ്ട്. തീർക്കണം എന്നാ ഞാൻ പറഞ്ഞേ. ഹത്തം തുടങ്ങൽ നമ്മളെല്ലാ റമദാനിക്കും ആദ്യത്തെ 1-ാമത്തെ നോൽമ്പിൻ്റെ അന്ന് ദൂറ് കഴിച്ചിട്ട് തുടങ്ങലുണ്ട്. തീർക്കലില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹത്തൊന്ന് തീർക്കണം. അത് ഇക്കൊല്ലത്തെ റമദാൻ തന്നെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് വേണം. അതിന് എല്ലാ കാര്യങ്ങളും അങ്ങനെ അമൽ ചെയ്യൽ 3 തരത്തിലുണ്ട്. 1 സ്ഥിരമായി അമൽ ചെയ്യൽ, 2 ഇടക്കിടക്ക് അമൽ ചെയ്യൽ, 3 ജീവിതത്തിൽ ഒരിക്കൽ അമൽ ചെയ്യൽ. എല്ലാ ഇൽമുള്ള കാര്യങ്ങളും ഈ തരത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമൽ ചെയ്യണം.